എന്റെ പ്രിയമുള്ളവരെ, ചെറിയ മക്കള് വീട്ടിലുള്ളവരോട്, എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നീ എപ്പോഴും ഒരു ദുആ ചെയ്യുമായിരുന്നു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയതിനാ ഖുർറത അയുനിന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. പടച്ചവനെ, നീ ആദ്യമായിട്ട് പടച്ച റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവേ, എനിക്കൊരു സ്വാലിഹത്തായ ഭാര്യയെ വേണം പടച്ചവരെ, എനിക്കൊരു നല്ല ഭർത്താവിനെ വേണം പടച്ചവരെ. ദുആ ചെയ്തുകൊണ്ട് നീ നടക്കുകയാണ്. അല്ലാഹു നിന്റെ ദുആ സ്വീകരിച്ചു. നിനക്കൊരു നല്ല പെണ്ണിനെ തന്നു, ഒരു നല്ല ഭർത്താവിനെ തന്നു. അത് കഴിഞ്ഞപ്പോ നീ റബ്ബിനോട് പറഞ്ഞു, അല്ലാ, എന്റെ കണ്ണിന് കുളിർമയാകുന്ന മക്കളെ തരണേ അല്ലാ. അങ്ങനെ പടച്ച റബ്ബ് നിനക്കും മക്കളെയും തന്നു. എന്റെ പ്രിയമുള്ളവരെ, ഖുർആൻ പറയുകയാ, മക്കള് അതാ നന്നാകണമെങ്കിൽ അഞ്ചാമത്തെ കണ്ടീഷൻ എന്തെന്നറിയുമോ? ആദ്യം നീ നന്നാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നന്നാകേണ്ടത് ഉമ്മയാണ്, പിന്നെ വാപ്പയാണ്. വീട്ടിലെ വാപ്പയും ഉമ്മയും നന്നായാലേ മക്കള് നന്നാവൂ. കാരണം മക്കളുടെ ആദ്യത്തെ ഉസ്താദ് മാതാപിതാക്കളാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, നീ 5 നേരം നിസ്കരിക്കുന്നവളാണെങ്കിൽ നിന്റെ പൊന്നുമക്കളോട് നമസ്കരിക്കാ പറയണ്ട. 2 വയസ്സുള്ള മക്കൾ ഉമ്മ നിസ്കരിക്കുന്ന മുസല്ലയുടെ മുന്നിൽ കയറി നിന്നിട്ട് പടച്ചവനെ നിസ്കരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകുമല്ലോ. ഖുർആൻ ഓതുന്നത് കണ്ടു വളർന്ന മക്കളുണ്ടല്ലോ, അവന് ഖുർആൻ ഓതുകയാ, അവന് സ്വലാത്ത് പറയുകയാ, അവള് ശരീരം മറക്കുകയാ. പടച്ചവനെ റബ്ബേ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടു വളർന്ന മക്കളുണ്ടല്ലോ. കാരിറപ്പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ മക്കള് വാപ്പയോട് പറയും, ഉപ്പാ, ബാങ്ക് വിളിക്കുന്ന വാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, ലിൽ മുത്തഖീന ഇമാമാ. മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയായി, മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയായി മാറണേയെന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോ, ഏതുമ്മയാണ് നെഞ്ചത്ത് കൈവച്ചിട്ട് നിനക്ക് പറയാൻ കഴിയുമോ? നിനക്കൊരു ഉമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ കഴിയുമെന്ന് പടച്ചവനെ, നിന്റെ സ്വഭാവം എങ്ങാനും നിന്റെ പൊന്നുമോള് കണ്ടുപിടിച്ചാ, പടച്ചവനെ, ഗർഭിണിയായിരുന്ന സമയത്ത് വയറ്റിനകത്ത് കിടക്കുമ്പോഴേ കണ്ടുപിടിച്ചതാണ്. അല്ലാഹുവേ, വെളിയിൽ വന്നു. പടച്ചവനെ, ഉമ്മ പാല് കൊടുക്കുമ്പോഴും ദീപികയുടെ ഫ്രണ്ടിലിരുന്നാണ് പാല് കൊടുക്കുന്നത്. അല്ലാഹുവേ, ചെവിയിൽ കാമുകനോട് സംസാരിച്ചുകൊണ്ടാ പാല് കൊടുക്കുന്നത്. അവന്റെ കാമുകന്റെ ഓട്ട വിളിച്ചിട്ട് കറങ്ങാൻ പോകുമ്പോ 2 വയസ്സുള്ള കുഞ്ഞിനെയും കയ്യിൽ പിടിച്ചിട്ട് പോകുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സ്വന്തം മക്കളെയും കൊണ്ട് നടന്നിട്ട് ആവശ്യമില്ലാത്ത പ്രവർത്തനം നടത്തുന്ന പൊന്നുമോനെ, രക്ഷപ്പെടൂല ചെറുപ്പക്കാരാ. പെങ്ങള് 18 വയസ്സ് പൂർത്തിയാകുമ്പോ കണ്ടവന്റെ പുറകെ നിന്റെ പൊന്നുമോൾ ഇറങ്ങി പോകുമ്പോ നെഞ്ചത്തടിച്ച് വിളിച്ചിട്ട് കാര്യമില്ല, അപ്പ കരഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിന്റെ മക്കള് കണ്ടുപിടിച്ചത് നിന്നെയാ. പെൺമക്കള് കണ്ടുപിടിക്കുന്നത് ഉമ്മാനെയാണ്. അല്ലാഹുവേ, കല്ല് കുടിച്ചിട്ട് വീട്ടിൽ കയറി വന്ന് നിന്നെ തല്ലുമ്പോ, ചീത്ത വിളിക്കുമ്പോ, നാട്ടുകാർ മുഴുവനും പൊന്നുമോനെ കുറിച്ച് പരാതി പറയുമ്പോ കരഞ്ഞിട്ട് കാര്യമില്ല ഉപ്പാ. നന്നാക്കേണ്ട സമയത്ത് നന്നാക്കണമായിരുന്നു. ഒരു വാപ്പയുടെ സ്ഥാനത്ത് നിൽക്കണമായിരുന്നു. പലരും പറയുന്ന ഉസ്താദേ, ചെറുപ്പക്കാര് പള്ളിയിൽ വരാറില്ല, ഒന്ന് ഉപദേശിക്കട്. ചെറുപ്പക്കാർ 5 നേരം പള്ളിയിൽ വന്ന് നിസ്കരിക്കട് എന്ന് പറയട്. അതിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കട്. എന്റെ വാപ്പയോട് ചോദിക്കട്ടെ, വാപ്പാ, നീ പള്ളിയിൽ പോയി കാണിച്ചു കൊടുത്തിരുന്നെങ്കിൽ നിന്റെ മക്കൾക്കും നീ ഗതി വരുമായിരുന്നു. വാപ്പ പള്ളിയിൽ പോകുമ്പോ ചെറുപ്രായത്തിലെ മക്കളെ കൊണ്ടുപോകണമായിരുന്നു. അവസാനം എല്ലാം കഴിഞ്ഞു. മക്കളെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുമോള്, പടച്ചറപ്പിനെ കുറിച്ചുള്ള ചിന്ത വരട്ടമോള്. ഇനിയെങ്കിലും ഒന്ന് നന്നാകാ തീരുമാനിക്കൂ. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റം കണ്ടെത്താ തീരുമാനിക്കൂ. ഇനിയെങ്കിലും സീരിയലിന്റെ ലോകത്ത് നിന്ന് ഇറങ്ങാ കഴിയുമോ? സീരിയലിന്റെ ലോകത്ത് നിന്ന് നിനക്ക് ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങാ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കള് കൊച്ചല്ലേ, അവര് ചെറുപ്പമല്ലേ, അവർക്കൊന്നും തിരിയില്ല എന്ന് കരുതുന്ന മാതാപിതാക്കളുണ്ട്.
എല്ലാ മാതാപിതാക്കൾ അധികം പേരും ചിന്തിക്കുന്നത് നമ്മുടെ മക്കള് ചെറുതാണ്, ഓനൊന്നും തിരിയൂല, നിനക്കാണൊന്നും തിരിയാത്ത. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. ഇപ്പൊ എന്റെ മകന്റെ അവസ്ഥ പറഞ്ഞുതരാം. എന്റെ മകൻ ഇപ്പൊ 3.5 വയസ്സുണ്ട്. എന്റെ കൂടെ വയൽ വെക്കാൻ വന്നിട്ടുണ്ടോ? അള്ളാഹു സാലിഹീങ്ങളായ മക്കൾ പെടുത്തുമാറാകട്ടെ. നേഴ്സറി കൊണ്ട് ചേർത്ത് ഒരു ദിവസം വീട്ടിലിരുന്നപ്പോ ഞങ്ങളെല്ലാരും കൂടെ ഇരുന്നിട്ട് ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ ആമീൻ പിടിക്കാൻ പറഞ്ഞു. ഇങ്ങനെ ആമീൻ പിടിക്കാൻ പറഞ്ഞപ്പോ ഓൻ ഇങ്ങനെ പിടിക്കണേ. ആമീൻ പിടിക്കാൻ പറഞ്ഞപ്പോ ഓൻ ഇങ്ങനെ പിടിക്കണം. ഞാൻ ചോദിച്ചു, എത്ര പറഞ്ഞിട്ട് ഇവ അനുസരിക്കണില്ല, ഇങ്ങനെ എന്നെ പിടിക്കണേ. അപ്പൊ ഇവനോട് ചോദിച്ചു, അതെന്തേ മോനെ ഇങ്ങനെ പിടിക്കുന്നത്? ഇങ്ങനെയല്ലേ? അല്ല വാപ്പ, ഇങ്ങനെ. എവിടുന്ന് പഠിച്ചു? നേഴ്സറിയിൽ എല്ലാരും ഇങ്ങനെ പഠിക്കണേ. ഓന്റെ നേഴ്സറി പഠിത്തം നിർത്തി. അല്ലാഹു പേടിയാണെന്ന്. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കൾക്ക് ഒന്നും തിരിയണല്ലോ. വാപ്പ, നിനക്കാ ഒന്നും തിരിയാത്തത്, നിന്റെ മക്കൾക്കെല്ലാം തിരിയുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.